മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിനെതിരെ വിജയ് ബാബു അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് മത്സരിക്കാനാകില്ലെന്നും അന്തിമ തീരുമാനം കോടതി എടുക്കട്ടെ എന്നും വിജയ് ബാബു പറഞ്ഞു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ രാജ്, സാന്ദ്ര തോമസിനെതിരെയാണ് ഇപ്പോൾ വിജയ് ബാബു രംഗത്തെത്തിയിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് സാന്ദ്ര ബാബു തോമസിനെ ഒഴിവാക്കിയതിൽ വിമർശനങ്ങളും വിവാദങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ വിജയ് ബാബുവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ ഈ മാസം 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായി തന്നെ നിരവധിയായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു ഈ ലിസ്റ്റൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ലിസ്റ്റൻ സ്റ്റീഫൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യം, ആദ്യ ദിനം പർദ്ദ ഇട്ട് വന്ന സാന്ദ്ര തോമസിന് പിന്നീട് എന്താ പർദ്ദ കിട്ടിയില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അതിൽ പ്രധാനമായും ലിസ്റ്റൻ സ്റ്റീഫൻ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സാന്ദ്ര തോമസിനോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത് ഒരു വ്യക്തികളല്ല, ബൈലോ ആണെന്നായിരുന്നു ലിസ്റ്റൻ സ്റ്റീഫൻ വ്യക്തമാക്കിയ കാര്യം. കൂടാതെ തന്നെ ഞങ്ങളല്ല സാന്ദ്ര തോമസ് മത്സരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത്, ഫ്രൈഡേ ഫിലിംസിനും 2 പങ്കാളികളുണ്ട്. അതായത് ഒന്ന് സാന്ദ്ര തോമസും 2 നിർമ്മാതാവായിട്ടുള്ള വിജയ് ബാബു. ഈ 2 പേരാണ് ഈ ഫ്രൈഡേ ഫിലിംസിൽ പങ്കാളികളായിട്ടുള്ളത്. 2016 മുതൽ 24 വരെയുള്ള സമയത്തൊന്നും തന്നെ, ഈ വർഷങ്ങളിലൊന്നും തന്നെ സാന്ദ്ര തോമസ് വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ലിസ്റ്റൻ സ്റ്റീഫൻ ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. സാന്ദ്ര തോമസിന്റെ പേരിലല്ല ഈ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൌസിന്റെ പേരിലാണ് സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം നൽകേണ്ടത് എന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം ലിസ്റ്റൻ സ്റ്റീഫൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. സാന്ദ്ര തോമസ് മത്സരിക്കാൻ പാടില്ല എന്ന് പറയും, തങ്ങൾക്ക് ഒരു അധികാരവുമില്ല. സാന്ദ്ര തോമസിന് മത്സരിക്കണോ അല്ലെങ്കിൽ അതെല്ലാം തീരുമാനിക്കേണ്ടത് സാന്ദ്ര തോമസ് ആണ്. കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. കോടതി വന്നതിന് ശേഷം സാന്ദ്ര തോമസിന് മത്സരിക്കാമെന്നാണ് കോടതി പറയുന്നതെങ്കിൽ സാന്ദ്രയ്ക്ക് മത്സരിക്കാമെന്നായിരുന്നു ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഫ്രൈഡേ ഫിലിംസിൽ 2 പങ്കാളികളുള്ളത്. ഒന്ന് നിർമ്മാതാവായിട്ടുള്ള വിജയ് ബാബു, രണ്ടാമത് സാന്ദ്ര തോമസ്. ഇപ്പോൾ നിർമ്മാതാവായിട്ടുള്ള വിജയ് ബാബുവാണ് സാന്ദ്ര തോമസിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് വിജയ് ബാബു ഈ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വിജയ് ബാബു പ്രധാനമായും കുറിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാർത്തയിലേക്ക് നമുക്ക് തിരികെ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ മത്സരിക്കാൻ